കിങ്ങിണി കിങ്ങിണിക്കുട്ടി മോളെ കിങ്ങിണിക്കുട്ടി കിങ്ങിണി മോളെ. ബാർഗെയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പെട്ടി ചുമക്കാനല്ല, കുട്ടിയെ ചുമക്കാനാണ്. ഇതാ പെട്ടി പിടിച്ചോളൂ, ആ കുട്ടിയെ തരൂ. പിടിച്ചോളൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. മോളെ, അയ്യോ എന്റെ കുഞ്ഞ്. മോളെ അവിടെ നിൽക്കൂ. എന്റെ മോളെ ഇങ്ങ് തരൂ. അച്ഛാ എന്റെ കുഞ്ഞ്. എന്താ 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 എന്റെ കുഞ്ഞായത്. എന്റെ കുഞ്ഞാ? ആരാത്? എന്റെ മോളാ, അവളുടെ കുഞ്ഞായി. തൊട്ടുപോകരുത്, കുഞ്ഞിനെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ എന്റെ കുഞ്ഞായത്. അച്ഛാ ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഞാൻ ഇയാളോട് പല പ്രാവശ്യം പറഞ്ഞുള്ളതാ. നിങ്ങൾ എന്ത് പൂരം കാണാൻ നിൽക്കണേ? പോയി അവിടുന്ന്. തന്നേക്ക് സാർ. സാർ ഇയാൾ എന്തും കൽപ്പിച്ചറിഞ്ഞിരിക്കുക. ഇന്നാളൊരു ദിവസം അനന്തപത്മനാഭൻ പറഞ്ഞു, ഞാൻ മോന്താൻ അനന്തപത്മനാഭൻ പറഞ്ഞു വന്നു. ഇപ്പൊ അച്ഛനും മോളും കൂടി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്ന കൊണ്ടുവരാൻ. കുഞ്ഞിനെ അയ്യോ ഇല്ല, അത് അവളുടെ കുഞ്ഞാ. ആ കുഞ്ഞിനെ ഇങ്ങ് തന്നാ ഞാനും എന്റെ മോളും കൂടി പൊയ്ക്കോളാം. അയ്യടാ, ഞാൻ എന്റെ മോളിൽ പൊയ്ക്കോളാന്നാ. ഈ കൊച്ചിനൂടെ 3 അച്ഛന്മാരുണ്ട്. അവര് വന്ന് ചോദിച്ചാൽ ഞാൻ എന്താ എടുത്തു കൊടുക്കുക? ഒരു മുറി നാളികരോ? സമാധാന? അതെ, സമാധാനായിട്ട് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത് സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് പറയട്ടെ. ഇപ്പൊ പറയണ ഞായറാഴ്ച പറയാം. ഒന്ന് തുറക്കൂ എന്റെ മോള്. അച്ഛാ അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാർ താമസിക്കില്ലേ? എന്റെ മോളകത്ത്. അയാള് തരുന്നില്ല. നിങ്ങളെ മോൾ? അതെ, അകത്തുള്ളത് ഇവളുടെ കുഞ്ഞാ. അയാളോട് ഒന്ന് കഥ കുറക്കാൻ പറ. നിങ്ങളെ മോളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളാണോ? ചോദിച്ചതിന് വളച്ചിട്ടില്ല, ഉത്തരം പറയണോ? അതെ, വാതിൽ ചവിട്ടി പൊളിക്കരുത്. മാന്യന്മാർ താമസിക്കുന്ന സ്ഥലത്. ദയവ് ചെയ്ത് അയാളോട് ആ കൊച്ചിനെ ഇങ്ങ് തരാൻ പറ. കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് തിരിച്ചു ചോദിക്കുമ്പോ എടുത്തരാൻ എന്താ ബാങ്ക് ലോക്കറാ? അങ്ങനെ കരഞ്ഞു ബഹളം കൂട്ടിക്കൊണ്ടൊന്നും കൊച്ചിനെ കിട്ടാൻ പോണില്ല. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ കുഞ്ഞിനെ വാങ്ങിത്തരണം. നിങ്ങൾ എന്റെ കാല് പിടിച്ചുകൊണ്ടൊന്നും കുട്ടിനെ കിട്ടാൻ പോണില്ല. അതിനിപ്പോ തടിമെടുക്കുള്ള അവകാശങ്ങളുണ്ട്. കൊച്ചിനെ ഞാൻ എടുത്തെന്നാൽ തന്നെ അവര് വന്നിട്ട് എന്നിട്ട് പെരുമാറും. കാരണം ഒരു കാര്യം ചെയ്യും, മകളെയും വിളിച്ചോണ്ട് പോ, എന്നിട്ട് സമാധാനമായിട്ട് പിന്നെ വാ. ഇവിടത്തെ സാറുമാരായിട്ട് സംസാരിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോവേ വേറെ ഏതെങ്കിലും ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നൊന്നും ഒഴിവാ. പൊളിക്കരുത്, കൂട്ടുപോയേ. മോളെ സാറൊന്നുമില്ല, സാറും തീരൊന്നും ഇവിടെ വേണ്ട. നമുക്ക് സമാധാനമായിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ താൻ കാണുന്നവരുടെയൊക്കെ മദർ ടങ്ങും മാങ്ങാത്തലിയൊക്കെ ചോദിക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് ആ സ്ത്രീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ബാർഗെയിൻ ചെയ്യരുത്. വരുന്നവരൊക്കെ ആരാണ്, എവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അതിന് നിങ്ങൾ ശമ്പളവും തരുന്നില്ലല്ലോ. ശിശുപരിപാലനം മാത്രമാണ് എന്റെ ജോലി. പിന്നെ ശിശു സംരക്ഷണവും അതിൽ പെടും. അതുകൊണ്ടാണ് കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാമേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ കിങ്ങിനെ അന്വേഷിച്ച് അവർ ഇനിയും വരും. അമ്മയാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ചേഷ്ടകളും ഗോഷ്ഠിയിലും കണ്ടിട്ട് അമ്മയാണെന്ന് ഉറപ്പാ. മദർ ഫീലിങ്സ് കണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും നാളായിട്ടും ഒരാളും അന്വേഷിച്ചു വരായിരുന്നപ്പോ കരുതി ഇനി ആരും വരില്ലെന്ന്. കുട്ടിക്ക് ഇങ്ങനെ ഒരു അവകാശമുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഓർഫനേജിൽ നിന്ന് ദത്തെടുത്താണെന്ന് കള്ളം പറഞ്ഞില്ലേ? കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ചലക്കാൻ പോടോ. കേട്ടോ പോണി? താൻ കൊച്ചാണെന്നോ പോയി നോക്ക്. ഓടോ. ഓ, മലയാളീസിന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അവര് വീണ്ടും അന്വേഷിച്ചു വന്ന് നമുക്ക് കിങ്ങിണി കൊടുക്കേണ്ടി വരില്ലേ? അമ്മയാണെങ്കിൽ കൊടുക്കാതെ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വന്ന അമ്മയാണെന്ന് പറയാൻ നമുക്കും കൊടുക്കാൻ ഒക്കൂ? നമുക്ക് നമ്മുടെ കിങ്ങിണിയുടെ പുറത്തൊരു അവകാശമില്ലടാ. സാറിനറിയോ പെണ്ണിനും തന്തനി? ഏത് പെണ്ണ്? അപ്പൊ സാറൊന്നും അറിഞ്ഞിട്ടില്ലേ? അപ്പുറത്തെ സാറുമാരുടെ കയ്യിലുള്ള ആ കൊച്ചിനും ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്ന് ഭയങ്കര ബഹളായിരുന്നു. അതിന്റെ കൊച്ചാണത്രേ. ഒരു വിധത്തിലൊക്കെ ഞാൻ അതിന് ഉന്തി തള്ളി പറഞ്ഞയച്ചു. അവര് സാറിന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. ഇനി സാറിന്റെ വല്ലവരും ആണോ?
കള്ളാ കാട്ട് കള്ളാ, കുട്ടിയെ മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുക നീ അല്ലേ? ഇന്നാ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? എന്റെ കുടിക്കുന്ന മണ്ണിൽ കഞ്ഞി വരണേ നോക്ക്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഞാൻ ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞതാ. ഇനി താൻ ഇവിടെ നിന്നാൽ ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ വെടിവെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും. ഇങ്ങനെയുണ്ടോ മലയാളീസ്? മലയാളീസ് എങ്ങനെ പെരുമാറണേ? നാട് കുട്ടിച്ചോറൊക്കെ നടക്ക. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടിയോ കുട്ടിയെ ഷെഡിയോ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എടോ എങ്ങനെ ഇവിടെ എങ്ങനെയല്ലേ ഇത്? എങ്ങനെയാണോ ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ കിടന്നത്. എന്റെ അമ്മോ, കുറച്ചു നേരത്തെ ആ പെരട്ട കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെരട്ടുകളവൻ? ഇന്നാണ് പറഞ്ഞില്ല ഒരു കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിനെ നോക്കാനല്ലേ ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്നിട്ട് പാല് തുറന്നിട്ട് താൻ ഇവിടെ കിടന്ന് ഉറങ്ങാ? എടാ ഞാൻ കിങ്ങിണി എവിടെ നിന്ന്? ഇത് എനിക്കറിയില്ല. എന്താടാ കിങ്ങിണിയെ കാണുന്നില്ലടാ? ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. കിങ്ങിണി, നീതു കിങ്ങിണിയെ കണ്ടോ? കിങ്ങിണി. സുജി കിങ്ങിണിയെ കണ്ടോ? എന്താ ഉണ്ണി? എന്താ എന്താ കുഞ്ഞിനെ കാണുന്നില്ല? എന്റെ അമ്മേ, ചോർ! ഓ ചോർ ചോർ! ചോർ ചോർ ചോർ! പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഡോക്ടർ സാറേ. बच्चे के साथ खेलते थे। बच्चे के साथ खेलते थे। तुम सब जाओ, सब जाओ, सब जाओ। बच्चे के साथ खेलते थे। क्या तुम्हारा मदर टंग क्या है? मदर टंग क्या है? हिंदी। हिंदी। 15 दिन का पहले का मर गया का कुत्ता का गोश्त खाकर बच्चे के साथ खेलते थे। चपाती तुम जाओ। സർ, ആ സ്ത്രീ കുറെ നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയും. ശരി സർ, ചെന്നോളൂ. May I come in? യെസ്. ഇരിക്കൂ. എന്താ എന്തിനാ കരയുന്നത്? എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. ഓഹോ, നിങ്ങളാണല്ലേ ആ പ്രസ്തുത കഥാപാത്രം. ഞാൻ നിങ്ങളൊന്ന് കാണുന്ന രീതിയിരിക്കായിരുന്നു. എന്തിനാ എന്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താ? ഞങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞിനെന്താ നിങ്ങൾക്ക് വരുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വളർത്തേൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, അത് എന്റെ കുഞ്ഞാ. അബദ്ധവശാൽ നിങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. അബദ്ധവശാലല്ല, മനഃപൂർവ്വം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വീടിന്റെ വാതിൽക്ക് കിടന്ന് കിട്ടിയത്. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുമെങ്കിൽ നിങ്ങളുടെ ഈ കണ്ണീരിൽ എനിക്ക് യാതൊരു സിമ്പതിയും തോന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ശകാരിച്ചോളൂ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, പ്ലീസ്. സാധ്യമല്ല. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കാം. പക്ഷേ സമ്മതിച്ചു തരാൻ ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ കുഞ്ഞിന് ഞാൻ മാത്രമല്ല അവകാശി, ഞാനും എന്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീരുമാനിക്കണം. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. പക്ഷെ അതൊന്നും കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. സാർ പ്ലീസ്. സി, ഇതൊരു ഓഫീസാ. ഇനിയും ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വരും. അപ്പോഴത്തെ ഒരു മൂടിന് മുഖത്തടിച്ചാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ വിഷമം തോന്നി. അവരുടെ കരച്ചിലും സങ്കടവും. അവര് കരയും. ചിലപ്പോ ഇവിടെ സത്യാഗ്രഹമായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വിട്ടു കൊടുക്കാക്കൂ. മദർ ഫീലിങ്സ് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ മുലപ്പാല് കുടിച്ചാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അമ്മയുടെ താരാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത്. പേറ്റ് ദണ്ണം പെറ്റ തള്ളക്കറിയൂ. താൻ പറ്റിട്ടുണ്ടോ? ഞാൻ പെറ്റിട്ടില്ല. പിന്നെ പെറ്റൊരു പറഞ്ഞു കേട്ടിട്ടുള്ളതാ പൊന്നെ. തനിക്ക് ഇവിടെ ജോലി ചെയ്ത് മതിയായെന്ന് തോന്നുന്നുണ്ടോ? എന്താ ചേട്ടപ്പ അങ്ങനെ ചോദിക്കണേ? താൻ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമില്ലാതെ വിശേഷിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഉണ്ണി പറയട്ടെ. എന്താ ശരിയല്ലേ? ഞങ്ങൾ കൊച്ചിനെ നോക്കാൻ വേറെ ആളെ നോക്കിക്കോളാം. എന്തോ എന്നെ ആരോ വിളിക്കുന്നുണ്ട്.
6 മാസം മുമ്പ് എനിക്ക് നോട്ടീസ് തരാൻ എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ആ ഒരു കാര്യം ഉറപ്പാ, കിങ്ങിണി അവരുടെ മോള് തന്നെയാ. എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നത്തിന്റെ പേരിലാവും ഉപേക്ഷിച്ചിട്ട് പോയത്. ശരി, പക്ഷെ നമ്മുടെ ഡോറിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോകേണ്ട കാര്യം എന്തുകൊണ്ട് ഡോറ് മാറിപ്പോയതായിക്കൂടാ? എങ്ങനെ? അനന്തപത്മനാഭന്റെ ഡോറിന്റെ മുൻവശവും നമ്മുടെ ഡോറിന്റെ മുൻവശവും ഒന്ന് തന്നെയല്ലേ? അവിടെ കൊണ്ടുവന്ന് വെച്ചായിക്കൂടെ? ഏയ് പട്ടരത്രക്കാരനൊന്നുമല്ല. അങ്ങനെ പറയാൻ വരട്ടെ. ആ കിളവൻ ആദ്യം അന്വേഷിച്ചു വന്നത് അനന്തപത്മനാഭനെയാ. അനന്തപത്മനാഭൻ സാർ 2-3 ദിവസം മുമ്പ് പോയല്ലോ, കുറ്റിയൊക്കെ ആയിട്ട്. പോയോ? എങ്ങോട്ട്? നാട്ടിലേക്കാണെന്നാ പറഞ്ഞേ. പിന്നെന്താ ടൂർ ഉണ്ടെന്നോ വരാൻ 2-3 മാസാവുന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇനി മുങ്ങിയതാവൂ? പട്ടര് പെട്ടെന്ന് എങ്ങനെ പോയെങ്കിൽ അതൊരു സാധാരണ പോക്കല്ല. മുങ്ങി തന്നെ ഉറപ്പാ. ആര് നീങ്ക? ഞങ്ങൾ അനന്തപത്മനാഭന്റെ ഫ്രണ്ട്സാ. ഓ அப்படியா? അകത്ത് വരണം. വാങ്ങോ, ഉള്ള വാങ്ങോ, ഇരിക്കണം. അല്ല, ഞാൻ കാപ്പി എടുക്കട്ടെ അതോ സംഭാരം മതിയോ? വെയിലത്ത് വരികയല്ലേ? അനന്തും ഇല്ലേ? ഇല്ല, അവൻ വെളിയിൽ പോയിരിക്കുക. ഇപ്പൊ വരും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ കൂടെ പഠിച്ചതാണോ അതോ? അല്ല, ഞങ്ങൾ ഫ്ലാറ്റിൽ അടുത്തടുത്ത് ആ താമസിക്കുന്നത്. അത് ശരി. അല്ല, കല്യാണ നിശ്ചയത്തിന് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. കല്യാണ നിശ്ചയോ? ആരുടെ? അനന്തുന്റെ. ഈ തൈമാസം 10-ാം തീയതി കല്യാണം നിശ്ചയിച്ചിരിക്കുക. വെരി ഫ്യൂ ഡേയ്സ്. എല്ലാരെയും ക്ഷണിക്കാൻ പോലും സമയമില്ല. ഏതാ പെൺകുട്ടി? അയ്യോ, അവൻ ചൊല്ലവേ ഇല്ലയാ. പാലക്കാട്ട് പെരിയ ഫാമിലി. പെണ്ണ് MA ലിറ്ററേച്ചർ ഫസ്റ്റ് റാങ്ക്. ഒരേ ഒരു മകൾ. അച്ഛന് കോയമ്പത്തൂരും സേലത്തും നഗക്കട എസ്റ്റേറ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൽഹിയില് നല്ല പിടിപാടാ. ഇപ്പൊ അവന് ശുക്രദശയാക്കും. ഷോ, ഞാൻ കാപ്പി എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെയാ, സംസാരിക്കാൻ തുടങ്ങിയ എല്ലാം അങ്ങ് മറന്നു. കാപ്പി എടുത്തോണ്ട് വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പട്ടര് നമ്മൾ വിചാരിച്ചോലല്ല. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. ക്ലീൻ മുങ്ങൽസ്. വരുന്നുണ്ട് വരുന്നുണ്ട്. പതിവില്ലാതെ നിങ്ങൾ എവിടുന്ന്? കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണല്ലേ? പെട്ടെന്നാണ് തീരുമാനിച്ചത്. എല്ലാം അമ്മയുടെ ആഗ്രഹം. അതെ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാടാ? എന്താ? അല്ല, കല്യാണത്തിന് മുമ്പ് ചിലർക്ക് അങ്ങനെയുള്ള ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. പിന്നെ. എന്ന് വെച്ചാൽ അവരെ തന്നെ കല്യാണം കഴിക്കാവൂ. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ കണക്ഷനിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. അല്ല, സാറിനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് സാറിന് പറ്റാവുന്ന വാട്ട് യു മീൻ? അല്ല, ഞങ്ങളുടെ കിങ്ങിണി മോളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മായാന്ന് പേരുള്ള ഒരു സ്ത്രീ നിരന്തരം ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ സാറിന് ആരെങ്കിലും ആണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു. മായ? അങ്ങനെ ഒരു സ്ത്രീയെ എനിക്കറിയില്ല. അറിയില്ല? ഞാൻ പറഞ്ഞില്ല അപ്പോഴേ. സാർ അത്രക്കാരനല്ല. പിന്നെ എങ്ങനെ കിങ്ങിണി സാറിന്റെ മോളാവുന്നത്? എന്റെ മോളോ? അയ്യോ, അങ്ങനെയല്ലേ സ്ത്രീ പറഞ്ഞത്? അങ്ങനെയല്ല, പക്ഷെ അതുപോലെ ഏതാണ്ടാ പറഞ്ഞത്. അതെ. മൈൻഡ് യുവർ വേർഡ്സ്. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുമില്ല. മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പുറപ്പാട്? സാർ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതുവഴി പോയപ്പോ ചുമ്മാ കയറുന്നേ ഉള്ളൂ. സാറിനൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇവന്മാര് വെറുതെ തമാശ പറഞ്ഞ. അല്ല, ഇനിയിപ്പോ കൊച്ചിന്റെ തന്തയെ തെരഞ്ഞു കണ്ടുപിടിക്കണമല്ലോ. എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് വൈകിപ്പോയിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്ത് ഒരു സാധാരണ സ്കൂൾ മാഷ മോള് വിവാഹം കഴിക്കാതെ അമ്മയാകുമ്പോഴുള്ള ദുരന്തം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അനന്തപത്മനാഭനെ അന്വേഷിച്ച് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോഴൊക്കെ അവൾ എന്നെ എതിർത്തു. അവൾക്ക് ആശിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാളെന്ന് എനിക്കും തോന്നി. പക്ഷേ അവൾക്കും വേണമായിരുന്നല്ലോ ഒരു ജീവിതം. ഞാൻ ഇനി എത്ര നാൾ കൂടി ഉണ്ടാവും? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ സ്വന്തത്തിലൊരു പയ്യൻ തയ്യാറായി. പക്ഷേ മറ്റൊരാൾക്ക് ജനിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. കുഞ്ഞില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് അവളും നിർബന്ധം പിടിച്ചു. അവളുടെ നന്മയ്ക്ക് കുഞ്ഞാണ് ഒരു തടസ്സമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. എല്ലാറ്റിനും കാരണക്കാരനായ അനന്തപത്മനാഭനോടുള്ള വൈരാഗ്യം കുഞ്ഞിനെ വളർത്താൻ അവനും ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതി മോളറിയാതെ അങ്ങനെ ആ കുഞ്ഞിനെ ഞാനാണ് ഇവിടെ കൊണ്ടുകിടത്തിയത്. ഈ കിളവന് പറ്റിയ ഒരു പിഴയാവാം. നിങ്ങളുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ കരുതിയതുപോലെയല്ല തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായത്. കുഞ്ഞില്ലാതെ അവൾ ബഹളം കൂട്ടി.
ഒന്നും അറിയിക്കാതെ കുറെ ദിവസം ഞാൻ പിടിച്ചു നിന്നു. പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ മോളെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഞാൻ ഇനിയെങ്കിലും എന്റെ മോളെ വിഷമിപ്പിക്കാതെ ആ കുഞ്ഞിനെ തിരിച്ചു തന്നൂടെ? അമ്മാവന് വിഷമം തോന്നരുത്. അമ്മാവൻ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞങ്ങൾ അറിഞ്ഞിടത്തോളം അനന്തപത്മനാഭൻ വളരെ മാന്യന. അയാൾക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അയാളെ അപമാനിക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കഥയായിക്കൂടെ ഇത്? അയ്യോ അനന്തപത്മനാഭൻ പറയട്ടെ കുഞ്ഞ് അയാളുടെതാണെന്ന്. എന്നാ ഞങ്ങൾ മോളെ തരാം. സാർ, വെരി സോറി. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് വന്നാലല്ലാതെ കുഞ്ഞിന് തരുന്ന പ്രശ്നമില്ല. ക്ഷമിക്കണം, വളരെ അത്യാവശ്യമായിട്ട് അല്പം സംസാരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നത്. ബുദ്ധിമുട്ടായ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ കല്യാണമാണ് നെക്സ്റ്റ് സൺഡേ. അറിയാം, അന്ന് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞല്ലോ. കല്യാണം ക്ഷണിക്കാനാണോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. അമ്മയുടെ ഒരേ ഒരു മകൻ, യാഥാസ്ഥിതിക കുടുംബം, മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്റെ റെപ്യൂട്ടേഷൻ. എനിക്കൊരു മനസ്സമാധാനവും കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളോട് പറയാലോ. സാറ് പറഞ്ഞോളൂ. അന്ന് നിഷേധിച്ചെങ്കിലും സത്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള കുട്ടി എന്റെ കുഞ്ഞാണ്. അത്രേ ഉള്ളൂ. ഇത് സാറ് പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. അതുകൊണ്ടാണ് ഫ്ലാറ്റിൽ കാണാതെ ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അതെല്ലാരും അറിയും. എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ സാറേ? ശാസ്ത്രീയമായി തന്നെ ഇതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ആ സ്ത്രീയെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും വെറുപ്പൊന്നുമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ അവരെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഇപ്പൊ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം എനിക്ക് ടെൻഷൻ ഒഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവർ വന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ കൊടുത്തേക്കണം. സോറി, അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തിനാ? വളർത്താനോ? നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണ കുഞ്ഞിനെ വളർത്താൻ നേരിട്ടുണ്ടോ? ഓ, അന്നൊരിക്കൽ പറഞ്ഞ പോലെ ഓർഫനേജിലാക്കാന്നായിരിക്കും. വെരി സോറി മിസ്റ്റർ അനന്തപത്മനാഭൻ. നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞങ്ങൾ ഇതുവരെ ധരിച്ചിരുന്നത്. ഇത്ര ചീപ്പും സെൽഫിഷും ആണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി അഥവാ നിങ്ങൾ സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞിന്റെ തന്ത നിങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പോരെ? ഇനി നിങ്ങളല്ല, ആര് വന്ന് ചോദിച്ചാലും ആർക്കും ഞങ്ങൾ ആ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് തയ്യാറുമില്ല. വരട്ടെ, പടാ. വക്കീലിനെ കണ്ടു. നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. ഇനി നമ്മളുടേതാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊന്നുമില്ല. കേസ് ആയാൽ പിന്നെ അതിന്റെ നൂലാമാല വേറെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് കുഞ്ഞിനെ തരണമെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലണം. ഞാൻ അയാളെ പോയി കാണണമെന്നാണ് അച്ഛൻ പറയുന്നത്. മോളുടെ ഇഷ്ടം.